ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോം മെയ്ഡ് ഫലൂഡയാണ്. എങ്ങനെയാണെന്ന് വീട്ടിൽ തന്നെ നമുക്ക് ഫലൂഡ ഉണ്ടാക്കാമെന്ന് നോക്കാം. സമ്മർ സീസണിൽ ചൂട് സഹിക്കാനാകാത്ത സമയത്ത് നമുക്ക് ഒരു ഫലൂഡ കഴിച്ചാൽ നല്ല തണുപ്പ് കിട്ടും, ആശ്വാസമാവും. അപ്പോൾ ഈ ഫലൂഡ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ജെല്ലി ക്രിസ്റ്റൽസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഒരു പാക്കറ്റ് പൗഡർ, ജെല്ലി ക്രിസ്റ്റൽസ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് 450 ml തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി കലക്കി കൊടുക്കണം. ഇത് നന്നായി മിക്സായ ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തണിയാൻ വെക്കണം. തണിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ വെക്കാം. നമുക്ക് നല്ല ജെല്ലി കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെർമിസെൽസ് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. 20 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇത് കുതിരാൻ വെക്കണം. അതിന് ശേഷം ഇത് കഴുകിയെടുക്കാം. ഇതുപോലെ അരച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെ ഒരു പ്രാവശ്യം എടുത്ത് വെച്ചാൽ നമുക്ക് ഫലൂഡ ഉണ്ടാക്കുന്ന സമയത്തെല്ലാം ഇത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിനി ഫലൂഡ മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അത്യാവശ്യമായ സാധനങ്ങൾ, ഒന്ന് ജെല്ലീസ്, പിന്നെ കസ്കസ് എടുത്തിട്ടുണ്ട്, ഫ്രീസ് ചെയ്ത പാലുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ വെർമിസെല്ല്, കുതിർത്ത് വെച്ച വെർമിസെല്ല്. ഇത്രയാണ്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം ജെല്ലീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെർമിസെൽസ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 ഗ്ലാസ്സിലേക്കും വെർമിസെൽസ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ തേർഡ് ലെയറായിട്ട് നമുക്ക് കസ്കസാണ്. ഇത് കുതിർത്ത് വെച്ച കസ്കസാണ്. ഇതും 2 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രീസ് ചെയ്ത് മധുരം ഇട്ടിട്ട് ഫ്രീസ് ചെയ്ത പാലാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ്സിലേക്കും ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്താണ് ആവശ്യം അത് ഇട്ട് കൊടുക്കാം. വെർമിസെല്ല് വേണമെങ്കിൽ കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിലേക്കും ഇട്ട് കൊടുക്കാം. ജെല്ലീസ് വേണമെങ്കിൽ ജെല്ലീസും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ജെല്ലീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഏത് ഫ്ലേവറിൽ ഉള്ള ജെല്ലീസ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൽ പൗഡർ വേറെ ഫ്ലേവറിൻ്റെ പൗഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് ആവശ്യം അത് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഐസ്ക്രീം, ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഹോം മെയ്ഡ് ഐസ്ക്രീം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി തന്നെ ഇട്ട് കൊടുക്കാം. ഞാനും ഇതിനേക്കാളും മുൻപ് ഐസ്ക്രീം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. അതൊന്ന് വാച്ച് ചെയ്യണം. ഇങ്ങനെ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സ്, ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചതാണ്. ഇതും ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഐസ്ക്രീം വെക്കാം, അല്ലെങ്കിൽ ചെറി വെച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. നമുക്കിത് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റെല്ലാം ഉണ്ടെങ്കിൽ, കൂടുതൽ മധുരം കഴിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഞ്ചസാരയൊക്കെ കുറച്ചിട്ട്
ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.